ഇനി ശിവഗിരി മഠാധിപതി സ്വാമി ശാശ്വതികാനന്ദയെ കുളിപ്പിച്ച് കിടത്തിയ കഥ കൂടി പറഞ്ഞാൽ ഇത് പൂർത്തിയാവും. ശാശ്വതികാനന്ദ സ്വാമികൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നി ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനമായ ചതയ ദിനവും അതുപോലെ തന്നെ സമാധി ദിനമായ കന്നി 5 സംസ്ഥാനത്തെ അവധിയാണ്, അതുപോലെ കേന്ദ്രത്തിലും അവധിയായി കിട്ടണം എന്ന് പുള്ളി ഉടനെ തന്നെ കർണാടനെ കണ്ടു പറഞ്ഞു നമുക്ക് ഇത് കേന്ദ്ര അവധിയാക്കി കിട്ടും. കർണാടൻ പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല, ഇന്ദിരാജിയെ കണ്ടു പറയണം. എന്നിട്ട് കർണാടൻ തന്നെ ഈ സ്വാമിമാരുമായിട്ട് ഡൽഹിയിൽ പോയി ഇന്ദിരാഗാന്ധിയെ കയറി കണ്ടപ്പോൾ ഇന്ദിരാജി പറഞ്ഞു നടക്കില്ല, ഇന്ത്യ രാജ്യത്തെ എത്ര സന്യാസിമാരുണ്ട്, ഇവരുടെയൊക്കെ ജന്മദിനവും ചരമദിനവും ഒക്കെ അവധിയാക്കാൻ തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഒരു ദിവസവും പ്രവർത്തിക്കാൻ പറ്റിയില്ല, എല്ലാ ദിവസവും ഒന്നിൻ്റെ അല്ലെങ്കിൽ വേറൊന്നിൻ്റെ അവധിയായി പോകും, അതുകൊണ്ടൊന്നും ഈ രാജ്യത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് പുള്ളിയെ പറഞ്ഞു വിട്ടു. പുറത്തിറങ്ങി വന്നപ്പോൾ കർണാടനോട് പത്രക്കാർ ചോദിച്ചു എന്തായി, കർണാടൻ ഒന്ന് കണ്ണിറുക്കി എന്നിട്ട് പറഞ്ഞു ഈ വർഷം സമാധി കേന്ദ്ര സർക്കാർ അവധിയാക്കാൻ സംഭവിച്ചിട്ടുണ്ട്, ജയന്തിയുടെ കാര്യം അടുത്ത കൊല്ലം ആലോചിക്കും എന്ന് പറഞ്ഞു.